നമസ്കാരം, ഞാൻ ജിഷ്ണു വാസനമ്പൂരി. ഈ വരുന്ന ഏപ്രിൽ 9-ാം തീയതി വൈകിട്ടും 10-ാം തീയതി രാവിലെയുമായിട്ട് നമ്മുടെ ഇവിടെ ഇടവന വേദി സെന്ററിൽ വെച്ചിട്ട് നവചണ്ഡിക മഹായാഗം നടക്കുകയാണ്. കൊല്ലൂർ മൂകാംബിക തന്ത്രി ഡോക്ടർ രാമചന്ദ്ര അടികയുടെ നേതൃത്വത്തിലാണ് ഈ ഹോമങ്ങൾ നടക്കുന്നത്. ഏപ്രിൽ 9-ാം തീയതി വൈകിട്ട് സുവാസിനി പൂജ, കുമാരി പൂജ, ചണ്ഡിക പാരായണം തുടങ്ങിയുള്ള കാര്യങ്ങളും തുടർന്ന് പ്രസാദൂട്ടുണ്ട്. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ 8:30 മുതൽ ചണ്ഡിക ഹോമം ആരംഭിക്കും. മറ്റ് പൂജകളും ഉണ്ട്. അതിന്റെ പൂർണ്ണാഹുതി 11:30 സമയത്താണ് വരുന്നത്. പറ്റുന്നവരെല്ലാവരും നേരിട്ട് വന്ന് പൂജയിൽ പങ്കെടുക്കണം. പ്രധാനപ്പെട്ട പൂജ ഹോമം 10-ാം തീയതി രാവിലെ 8:30-ക്കാണ് തുടങ്ങുന്നത്. പറ്റുന്ന എല്ലാവരും തന്നെ നേരിട്ട് വരണം. അതുകൂടാതെ ദൂരെയുള്ളവർക്ക് ഓൺലൈനിൽ ഇത് വാച്ച് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ചണ്ഡിക ഹോമത്തില് ഏറ്റവും പ്രധാനപ്പെട്ടത് കുങ്കുമാർച്ചന നമുക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും. അതിനെല്ലാവരും അവരവരുടെ പേരും നക്ഷത്രവും രാശിയും ഈ വീഡിയോയുടെ താഴെ എന്തെങ്കിലും കമന്റ് ആയിട്ട് ഇടുക, അല്ലെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താലും മതി. തീർച്ചയായിട്ടും അതിന് വേണ്ട പൂജാകർമ്മങ്ങൾ, നിങ്ങളുടെ ആവശ്യകതകൾ പ്രത്യേകത എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് സങ്കല്പങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്താൽ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതിന്റെ പൂജകൾ ചെയ്യുന്നതായിരിക്കും. അതിന് പ്രത്യേകം ചാർജുകളോ ദക്ഷിണങ്ങളോ ഒന്നും ഞാൻ വാങ്ങുന്നതല്ല. വരാൻ പറ്റുന്നവർ പരമാവധി വരിക. അതല്ലാത്തവര് ആ വീഡിയോ കണ്ട് നമ്മൾ ആ ഹോമം തത്സമയം അത് കണ്ട് പ്രാർത്ഥിച്ചിരിക്കുക. ഈ ചണ്ഡിക ഹോമം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും മൂകാംബിക ക്ഷേത്രത്തിലെ തന്ത്രിയും അവിടുത്തെ മേശാന്തിമാർക്കും മാത്രമാണ് ഈ ചണ്ഡിക ഹോമം ചെയ്യാനുള്ള അധികാരമുള്ളത്. പ്രത്യേകിച്ചും അവര് ചെയ്യുന്നത് നമ്മൾ നേരിട്ട് കണ്ട് പ്രാർത്ഥിച്ചാൽ പോലും, ആ ചണ്ഡിക പാരായണം കേട്ടാൽ പോലും നമ്മുടെ ആ മുജ്ജന്മങ്ങളായിട്ടുള്ള ദോഷങ്ങൾ മാറാൻ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇപ്പൊ മൂകാംബിക ക്ഷേത്രത്തിൽ പോകണമെങ്കിൽ അവിടുന്ന് അമ്മ വിളിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ അത് പോകാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ പോലും അവിടുത്തെ തന്ത്രി നേരിട്ട് വന്ന് നമുക്ക് ഇവിടെ ഈ പൂജകളൊക്കെ ചെയ്യുമ്പോൾ അതിൽ പങ്കെടുക്കുന്നതും അത് നമ്മുടെ ഒരു ഭാഗ്യം. അതിൽ കൂടുതലായിട്ടൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. അത്രയും വളരെ പുണ്യമാണ്. അപ്പൊ എല്ലാ ഭക്തജനങ്ങളും വരിക, പങ്കെടുക്കുക. എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനകളും ഉണ്ടാവണം.